വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു കബ്സ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വാ പോയി വെക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വന്നാല് 4 സവാള വാടി വന്നതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. ഇനി നമ്മള് ഡ്രൈ സ്പൈസസ് കൊടുക്കാൻ പോവാണേ. ഏലക്ക, പട്ട, കുരുമുളക്, ബേ ലീഫ്, പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു 3 ചെറിയ ഡ്രൈ ലെമൺ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ റോയൽ അറബിക് മസാല. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ടൊമാറ്റോ സോസ് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ്, 2 തക്കാളി. ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അളന്നു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. അങ്ങനെ കുറച്ചു നേരം നമ്മൾ കുക്ക് ചെയ്ത് ചിക്കൻ നല്ല വേവായിട്ടുണ്ട്. ബ്രോയിലർ ആണെങ്കിലേ ലെഗ് പീസ് തന്നെ മാംസം നല്ല രീതിയിൽ നുള്ളുന്ന സമയം തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. ഇന്ത്യ ഗേറ്റ് വൈറ്റ് ആണ് നമ്മളിവിടെ റൈസ് ഉപയോഗിക്കുന്നത്. എരിവിന് നമ്മൾ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള കബ്സ കഴിക്കാം. അതിന് മുമ്പ് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഓവർ ആയതാന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. ഇതിങ്ങനെ കുഴഞ്ഞിക്കാണ്ടുള്ള ഒരു സ്റ്റൈൽ തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് സുഖമായിട്ട് കഴിക്കട്ടെ. എരിവൊന്നും അങ്ങനെ കൂടുതൽ ഉണ്ടാവില്ല, കാരണം നമ്മൾ കൂടുതൽ എരിവൊന്നും കൊടുത്തിട്ടില്ല. അതെ, ചിക്കൻ നല്ല രീതിയിൽ തന്നെ വേവായിട്ടുണ്ട്. പോവാ, എങ്ങനെയുണ്ട് നമ്മളെ കബ്സ? സൂപ്പർ. എരുണ്ടാ? അവിടെ കഴിക്കാൻ സുഖമല്ലേ? അനു എങ്ങനെയുണ്ട്? സൂപ്പറാ? കഴിച്ചോടിട്ടാ. ഇനി വേണമെങ്കിൽ പറഞ്ഞോളി.